വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സമയം 4 മണി. ഞങ്ങളിതാ മാങ്കാവ് പെട്രോൾ പമ്പിൽ നിന്ന് കാറിൽ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. യെസ് ഗൈസ്, വി ആർ ഗോയിങ് ടു ബാംഗ്ലൂർ. തമിഴ്നാട്ടിലൊക്കെ കണ്ട പോലെ ബാംഗ്ലൂർ പോവാണ്. ഇതിൽ ഒരു ഡിസ്ക്ലൈമർ പറയാനുള്ളത് എന്തെന്ന് വെച്ചാൽ, ഞങ്ങൾ ഒരു 6 മാസം മുന്നേ പോയ വീഡിയോ ആണ് ഇപ്പോൾ ഇടുന്നത്. കറക്റ്റ് ഡേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ January 12th, സൺഡേ പോകാനുള്ള പ്ലാൻ ഇട്ട മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സൺഡേ എന്തായാലും ബാംഗ്ലൂർ ഫുള്ള് ബിസി ആയിരിക്കും, നല്ല തിരക്കുള്ള ടൈമായിരിക്കും. അപ്പം ഞങ്ങൾ എന്തായാലും ഞങ്ങളുടെ ടൈം ഒരു വൈകുന്നേരമൊക്കെ എത്താമെന്നുള്ളൊരു പ്ലാനിലാണ് ഞങ്ങൾ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ മൺഡേ ആകുമ്പോൾ എല്ലാവർക്കും ഓഫീസും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഫ്രീ ആയിരിക്കുമല്ലോ, നമുക്ക് എല്ലാ സ്ഥലത്തും ഒന്ന് പോകാൻ പറ്റി. അതിനെക്കൊണ്ട് നമ്മൾ സൺഡേ മോർണിംഗിൽ ഒരു 4-4:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന വഴിക്ക് എന്തെങ്കിലും സ്നാക്സ് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പോകാം. ഓൾറെഡി വീട്ടിൽ നിന്ന് ചെറിയ ചായ ഒക്കെ കുടിച്ച് ഇറങ്ങിയതാണ്. അപ്പോൾ ഇനി സ്നാക്സ് എന്തെങ്കിലും വാങ്ങാമെന്നുള്ള പ്ലാനിൽ മെഡിക്കൽ കോളേജ് എത്തിയപ്പം, മെഡിക്കൽ കോളേജ് നമ്മൾ ഒരു വ്ളോഗ് കണ്ടിട്ടുണ്ടാവുമല്ലോ, അതിനെക്കൊണ്ട് മെഡിക്കൽ കോളേജിലുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ നല്ല പരിചയമുണ്ട് ഇപ്പം. അപ്പം മിൽമ ബൂത്ത്, ആ കയറുന്ന ഭാഗത്ത് തന്നെയുള്ള മിൽമ ബൂത്തിൽ നിന്ന് നല്ല പൊരിച്ചപ്പത്തിരി കിട്ടും. അപ്പോൾ പൊരിച്ചപ്പത്തിരിയൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്, പാക്കിങ്ങും പിന്നെ ചെറിയ ഷോപ്പിങ്ങൊക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ വേഗം കണ്ടിട്ട് വരൂ, എന്നിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഹലോ ഗൈസ്, എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളിതവിടെ സുഖമായിട്ട് അടിപൊളിയൊക്കെ പോകുന്നു. നാളെ ഒരു ചെറിയ ട്രിപ്പ് പോകാനുള്ള പ്ലാനിങ്ങിലാണ്. അപ്പം അതിൻ്റെ പെട്ടി പാക്ക് ചെയ്താണ്. ഒറ്റ കൈ കൊണ്ട് കാര്യം നടക്കൂലല്ലേ. അപ്പോൾ നാളെ ട്രിപ്പ് പോകാനുള്ള പ്ലാൻ ആയതുകൊണ്ട് നമുക്ക് പെട്ടി പാക്ക് ചെയ്യാം. പെട്ടെന്നുണ്ടായ തീരുമാനമായിരുന്നു. പ്രത്യേകിച്ച് സംഭവങ്ങളും സാമഗ്രികളും ഒന്നും എടുത്ത് വെച്ചിട്ടില്ല. എല്ലാം പാക്ക് ചെയ്യണം. ചിലത് ഇവിടാണ്, ചിലത് അവിടാണ്. എവിടേക്കാണ് പോകുന്നതെന്നൊക്കെയുള്ള ഡീറ്റെയിൽ ആയിട്ട് വഴിയെ വ്ളോഗിലൂടെ കാണാം. തമിഴ്നാട്ടിൽ കണ്ടപ്പോൾ തന്നെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എങ്ങോട്ടാണെന്നുള്ളത്. നമുക്ക് പെട്ടെന്ന് തന്നെ പെട്ടിയൊന്ന് പാക്ക് ചെയ്തെടുക്കാം. ഇവിടെ ഉള്ളതൊക്കെ അവിടുന്ന് നുള്ളി പെറുക്കിയിടാം, ബാക്കി അവിടെ പോയിട്ട് ബാക്കി അവിടുത്തെ നുള്ളി പെറുക്കിയിടാം. എങ്ങനെയുണ്ടോ? ഗുഡ് ഐഡിയ അല്ലേ? അപ്പം ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതൊക്കെ ചെയ്യട്ടോ. അപ്പം നമുക്ക് തോന്നുന്നു ഇത് പിന്നെ ഒരു സഡൻ പ്ലാനിങ്ങിൽ പോയൊരു ട്രിപ്പാണ്. ഒന്നുമില്ല, ജസ്റ്റ് 1 day ബിഫോർ വി പ്ലാൻഡ് ഫോർ ദിസ്. എല്ലാം കൂടി ഒരു കൽക്കുലത്ത് സമവാത്തിയാക്കൂലേ. ഞങ്ങൾ വേറെ ഒരു ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം നമുക്ക് പ്ലാൻ ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ വന്നത്. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല. അപ്പോൾ അവിടെയുള്ള സാധനങ്ങളൊക്കെ വെച്ചങ്ങാണ്ട് ഞാൻ എൻ്റെ പാക്കിങ് കുറേ സാധനങ്ങൾ, നമ്മൾ ട്രിപ്പ് പോകണ മെയിൻ സാധനങ്ങളൊക്കെ അവിടെ ആണുള്ളത്. കാരണം എന്നാ നമ്മൾ പോകുമ്പം എൻ്റെ വീട്ടിൽ നിന്ന് തന്നെയാണ് പോവാറ്. അവിടെയാണ് പിന്നെ ബാഗും കാര്യങ്ങളും പിന്നെ അതുപോലെ നമുക്ക് യൂസ് ചെയ്യുന്ന ജാക്കറ്റും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ പിന്നെ അവിടെ നിന്ന് തന്നെയാണ് ഇങ്ങനെ നമ്മൾ എല്ലാ പ്രാവശ്യവും ട്രിപ്പ് പോകാറുള്ളത്. അപ്പോൾ കുറേ ഐറ്റംസ് അവിടെ ഓൾറെഡി ഉള്ളതുകൊണ്ട് അവിടെ നിന്ന് തന്നെ ഞാൻ എൻ്റെ ഓൾമോസ്റ്റ് പാക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ലിസ്റ്റ് കാര്യങ്ങളും പിന്നെ നമ്മൾ അങ്ങനെ കൊണ്ടുപോകാൻ ഇത്ര ദിവസത്തേക്ക് പ്ലാനിങ് ആകുമ്പോൾ നമുക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ ലിസ്റ്റ് ഇട്ടേക്കലും പിന്നെ സാധനം പാക്ക് ചെയ്യലും അങ്ങനത്തെ ഓരോ പരിപാടികളായിട്ട് ഞാൻ രാവിലെ തന്നെ പാക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പൊതുവേ നമ്മൾ 2 or 3 weeks മുന്നേ തന്നെ നമ്മൾ ട്രിപ്പ് പോകാമെന്നുണ്ടെങ്കിൽ പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്യും. അതിൻ്റെ ഓരോ കാര്യങ്ങൾ നോക്കി വെക്കുക, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഇത് ഒരു ദിവസമുള്ളൂ നമ്മളെ കയ്യിലുള്ളത്. അപ്പോൾ നമുക്ക് പോകാനുള്ള ഡെസ്റ്റിനേഷനും കാര്യങ്ങളും നോക്കണം, ഫുഡ് എക്സ്പ്ലോറിങ് നോക്കണം, പിന്നെ ഓൾമോസ്റ്റ് എല്ലാ റീൽസും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ കണ്ടിരിക്കുമ്പോൾ പിന്നെ ഇങ്ങനത്തതൊക്കെ സേവ് ചെയ്ത് വെക്കലുണ്ട്. ഓരോ കമ്പാർട്ട്മെൻ്റ് ആക്കിയിട്ട് ഞാനെന്ത് ഇൻസ്റ്റയിൽ ആണെന്നുണ്ടെങ്കിൽ സേവ് ചെയ്ത് വെക്കും, ഓരോ സ്ഥലത്തിൻ്റെ സ്പോട്ട് ഇട്ടുങ്ങാണ്ട്. അപ്പം പിന്നെ നമുക്ക് അങ്ങോട്ട് പോകാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് കുറേ കാലമായിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഒരു പ്രാവശ്യത്തിന് മുന്നേ നമ്മൾ കല്യാണം കഴിഞ്ഞ ടൈമിൽ തന്നെ ഞങ്ങൾ ബാംഗ്ലൂർ ഫാമിലി അങ്ങനെ മൈസൂർ അങ്ങനെ പോയ ടൈമിൽ ജസ്റ്റ് ബാംഗ്ലൂർ പോയി 1 day ഒന്ന് അവിടെ നിന്ന് കറങ്ങി അതേമാതിരി ഇങ്ങോട്ട് പോന്നിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ നമുക്ക് എന്താണ് അന്ന് തൊട്ടേ ഞാൻ പറയുന്നുണ്ടായിരുന്നു എന്തെങ്കിലും ഒരു ദിവസം നമുക്ക് 2 പേർക്കും മാത്രം പോകണം എന്നുള്ളത്. അങ്ങനെ പോകുന്നതും ഫാമിലി ആയിട്ട് പോകുന്നതും പിന്നെ ഫ്രണ്ട്സായിട്ട് പോകുന്നതും ഒക്കെ എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ
നമുക്ക് എങ്ങനെയാണോ അപ്പം ഫാമിലി ആയിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള സ്പോട്ടുകൾ നോക്കണം. നമ്മൾ ഒറ്റ കാണുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള സ്പോട്ടുകൾ നോക്കണം. ഫാമിലി ആയിട്ട് പോകുമ്പോൾ ഈ സ്ട്രീറ്റിൽ കാര്യങ്ങളിലൊക്കെ പോകാൻ എല്ലാവർക്കും ഇഷ്ടമാവണം എന്നില്ല. അപ്പോൾ നമ്മളെ കൂടെ വരുന്നവർക്ക് എങ്ങനെയാണോ ഇഷ്ടമാണോ അല്ലേ നോക്കിയിട്ടൊക്കെ വേണം നോക്കാൻ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോയ ടൈമിൽ അതിൻ്റെ ഒന്നും പിന്നെ എൻ്റെ കയ്യിൽ വീഡിയോസും ക്ലിപ്സും ഒന്നുമില്ല. ജസ്റ്റ് ഫോട്ടോസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ നിങ്ങളെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ എവിടെയെങ്കിലുമൊക്കെ വീഡിയോസായിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം. നമ്മൾ ഹണിമൂൺ കഴിഞ്ഞ് ജസ്റ്റ് ഒരു ഫാമിലി ട്രിപ്പ് പോയതാണ്. എൻ്റെ ഉമ്മ അപ്പ സിസ്റ്റേഴ്സ് അങ്ങനെ പോയതായിരുന്നു. അപ്പോൾ അതിൻ്റെ ഞാൻ എന്തെങ്കിലും ക്ലിപ്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ആഡ് ചെയ്യുന്നുണ്ട്. വേറെ വഴി ഇത് നമ്മൾ 3 ദിവസത്തെ പ്ലാനിങ് ആണ്. ഫസ്റ്റ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോകേണ്ട ഒരു ആവശ്യമുള്ളത് കൊണ്ട് ആ ഒരു പ്ലാനിങ്ങിൽ നമ്മൾ ഈ ട്രിപ്പ് ഇങ്ങനെ പ്ലാൻ ചെയ്തെടുത്തതാണ്. വേറൊരു ആവശ്യത്തിനാണ് പോകുന്നത്. അപ്പോൾ ആ ആവശ്യത്ത് ഏതായാലും അവിടെ പോകുന്നുണ്ട്. അപ്പോൾ പിന്നെ ഒന്ന് കറങ്ങിയിട്ട് വരാമെന്നുള്ളത്. അപ്പോൾ 3 ഡേ ട്രിപ്പാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഫസ്റ്റ് ഡേ ഇവിടുന്ന് പോകുന്നത്, പിന്നെ പിറ്റേന്ന് ഫുൾ അവിടെ കറങ്ങുക, പിറ്റേന്ന് അതുപോലെ ഫുൾ അവിടെ കറങ്ങുക, പിറ്റേന്ന് ഇതേമാതിരി തിരിച്ച് 2 ഡേയ്സ് അവിടെ ബാംഗ്ലൂർ ഫുൾ എക്സ്പ്ലോർ ചെയ്യുക. പിറ്റേന്ന് 4ാമത്തെ ദിവസമാണ് തിരിച്ച് വരാമെന്നുള്ള ഒരു ഇത് വെച്ചത്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ലിസ്റ്റ് കാര്യങ്ങളൊക്കെ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഓരോ സാധനങ്ങൾ എടുത്തേക്കുമ്പോൾ അതെടുത്ത് വെച്ചില്ല, ടിക്ക് ചെയ്യുന്നു. പിന്നെ ഇതവിടാണുള്ളത്, പിന്നെ ചാർജർ, ഫോൺ, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും. പിന്നെ എന്തെങ്കിലും സ്നാക്സ് ഐറ്റംസും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അപ്പോൾ അതിൻ്റെതും നോക്കണം. എല്ലാം ഓരോ പ്ലാനിങ് ആണ് കേട്ടോ. പ്ലാനിലൊന്നും ഇല്ലാത്ത ഒരാളാണ് ശശ. വണ്ടി ഞാൻ പ്ലാൻ ചെയ്യുന്ന രീതിയിൽ വണ്ടി മുന്നോട്ട് പോകുന്ന ഒരാളാണ്. കാരണം ഞാൻ ആണ് ഇങ്ങനത്തെ എവിടെ ഇനിയിപ്പോൾ ഫാമിലി ട്രിപ്പ് പോകുകയാണെന്നുണ്ടെങ്കിലും ഞാനാണ് പ്ലാനിങ്ങിൻ്റെ ആശാൻ. നമുക്കൊരു പ്ലാനിങ് ഉണ്ടാവില്ല. ആ സ്ഥലത്ത് പോകുമ്പോൾ അങ്ങനെ ഇടാം, ഈ സ്ഥലത്ത് പോകുമ്പോൾ ഈ ഡ്രസ്സ് ഇടാം, അവിടെ ഇതായിരിക്കും മാച്ച് എന്നുള്ള ഓരോ കോൺസെപ്റ്റ് ഉണ്ടാവില്ല. നമുക്ക് സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഓരോ കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്ത് വെക്കില്ല. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് എന്തായാലും ഞാൻ ലിസ്റ്റ് കാര്യങ്ങളൊക്കെ ഇതാക്കി വെക്കും. അതുപോലെ നമുക്ക് എന്തെങ്കിലും കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്നാക്സ് ഐറ്റംസും കാര്യങ്ങളും ഇത് വാങ്ങാമെന്നുള്ളത്. അപ്പോൾ ഓൾറെഡി ഇവിടെ വീട്ടിൽ 2-3 ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പാക്ക് ചെയ്ത് വെച്ചു. പിന്നെ ലുലു പോയി അത്യാവശ്യം വാങ്ങേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അങ്ങനെ ഡ്രിങ്ക്സ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഓഫേഴ്സ് ഉണ്ടെങ്കിൽ അങ്ങനെ നോക്കിയിട്ട് അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ നേരെ ഒരു ഡ്രസ്സിൻ്റെ ഷോപ്പിൽ പോയി. അതൊന്നും പിന്നെ കൂടുതൽ വീഡിയോസ് എടുക്കാനൊന്നും നിന്നിട്ടില്ല. ഷാക്കൊരു ജീന് നോക്കാനുണ്ടായിരുന്നു, എനിക്കൊരു ടീഷർട്ട് നോക്കാമെന്ന് വിചാരിച്ചു. നോക്കാനല്ല, കിട്ടിയ ചാൻസിൽ വാങ്ങിച്ചതാണ്. അപ്പോൾ അതൊക്കെയായിരുന്നു നമ്മുടെ ഷോപ്പിങ്ങും പാക്കിങ്ങും ഒക്കെ. എല്ലാ പ്രാവശ്യം സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ ആ ഒരു ടൈം ഉണ്ടല്ലോ, തണുപ്പൊക്കെ ഉള്ള ടൈമിൽ പോകണം എന്നുള്ള പ്ലാനിങ് ഉണ്ടാവാറുണ്ട്. പക്ഷെ ഓരോ കാരണം കൊണ്ട് ആ ടൈമിൽ നടക്കാറില്ല. എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻസ് വരുന്നതുകൊണ്ട് അതിങ്ങനെ മാറ്റി വെച്ച് ഇങ്ങനെ പോവാറാണ്. അപ്പോൾ ഇപ്പോൾ ഏതായാലും ഇങ്ങനെ ഒരു നമ്മൾ ചാൻസ് ഒത്ത് കിട്ടുക എന്ന് പറയില്ല, അങ്ങനെ ചാൻസ് ഒത്ത് കിട്ടിയിട്ട് സ്ഥിതിക്ക് എന്തായാലും പോകാമെന്നുള്ള പ്ലാനിൽ. അപ്പോൾ പിന്നെ ഡിസംബർ കഴിഞ്ഞ് ജാനുവരി 12th അല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ പിന്നെ തണുപ്പും ഏകദേശം നമ്മൾ പ്രതീക്ഷിച്ച അത്ര തണുപ്പ് ഇല്ലെങ്കിലും കുഴപ്പമില്ലാത്ത ക്ലൈമറ്റൊക്കെ ആയിരുന്നു. വയനാട്ടിൽ അടിപൊളിയാണ് കേട്ടോ. നമ്മൾ ക്യാമറ എടുത്ത് എനിക്ക് എത്ര വിഷ്വൽസ് കാണിക്കാൻ പറ്റുമെന്ന് അറിയില്ല. ക്യാമറയിലൂടെ കാണുന്നതങ്ങാട്ട് അടിപൊളിയായിട്ടുള്ള ക്ലൈമറ്റ് ആയിരുന്നു. ആ കാടിൻ്റെ ഉള്ളിലൊക്കെ ആ തണുപ്പ് ഇങ്ങനെ ഇങ്ങനെ മരത്തിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ കോടിറങ്ങി നിൽക്കുന്ന കാണാൻ നല്ല അടിപൊളിയാണ്. പിന്നെ മുത്തങ്ങ, ബന്ദിപ്പൂർ അവിടെയൊക്കെ കയറിയപ്പോൾ അടിപൊളി, ഒരു രക്ഷയില്ല. പിന്നെ കുറേയൊക്കെ എന്താണ് ഇങ്ങനെ നമ്മൾ ഓരോ വർത്താനം പറയുന്നതിൻ്റെ ഇടയിൽ കുറേയൊക്കെ വീഡിയോസ് എടുക്കാൻ മറന്നു. പിന്നെ പെട്ടെന്ന് കാണുന്ന സിറ്റുവേഷൻ, അപ്പോൾ നമുക്ക് ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ അങ്ങനെ പെട്ടെന്ന് കാറ് നിർത്തി നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പറ്റുന്ന പോലെ വീഡിയോസ് എടുത്തു. അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. പിന്നെ നമ്മൾ ഏകദേശം ഒരു 8
ആഫ്റ്റർ 9 ആയപ്പം പിന്നെ വിചാരിച്ചു ഒന്ന് ഫോറസ്റ്റ് കാട്ടിൽ നിന്നൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് ഗുണ്ടൽപേട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം എവിടെയെങ്കിലും അൾട്ടാക്കിയിട്ട് ഒന്ന് കുറച്ച് നേരമൊക്കെ എടുക്കാമെന്നുള്ള പ്ലാനിങ് വന്നു. കാരണം രാവിലെ നേരത്തെ ഇറങ്ങിയതാണ്. നമ്മൾ ട്രിപ്പിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടാളും ഒറ്റയ്ക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും റെസ്റ്റ് എടുത്ത് വെല്ല പോയാൽ മതി. നമുക്ക് യാതൊരു ധൃതിയില്ല നേരത്തെ തന്നെ എവിടെ എത്തണം എന്നുള്ളത്, നമ്മളെ ഡെസ്റ്റിനേഷൻ എത്തണം എന്നുള്ളത്. എന്തായാലും നേരത്തെ ഇറങ്ങും. ട്രാവലിംഗ് എപ്പോഴും നമ്മൾ മോർണിംഗിലാണ്, നൈറ്റ് അങ്ങനെ ട്രാവലിംഗ് കുറയ്ക്കാറാണ്. അങ്ങനെ തിരിച്ച് വരുമ്പോഴൊക്കെ നൈറ്റിൽ അങ്ങനെ ഇതാവുക എന്നല്ലാണ്ട് നൈറ്റിൽ ഉള്ള ട്രാവലിംഗ് മാക്സിമം ഒഴിവാക്കാറാണ്. പിന്നെ നമ്മൾ പ്ലാൻ ചെയ്യും ഇത്ര ടൈം ആകുമ്പോൾ ഇന്ന സ്ഥലത്ത് എത്തും എന്നുള്ള ഒരു പ്ലാനിങ് ഉണ്ടാവുമല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ മാക്സിമം റെസ്റ്റ് എടുത്ത് ഉറങ്ങി കുറച്ച് നേരം ഡ്രൈവ് ചെയ്യും. പിന്നെ രാവിലെ നേരത്തെ നീറ്റുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കുറച്ചൊന്ന് ഡ്രൈവ് ചെയ്ത് ഏകദേശം ഒരു ഇതൊക്കെ എത്തുമ്പോൾ നമുക്കൊന്ന് അൾട്ടാക്കിയിട്ട് ഒന്ന് ഒരു 1 അവർ അല്ലെങ്കിൽ ഹാഫ് ആൻ അവർ ഒന്ന് സെറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു ക്ഷീണം ഫീൽ ചെയ്യില്ല. മറ്റേത് ഡ്രൈവിങ് മാത്രമാകുമ്പോൾ നമുക്ക് അവിടെ എത്തുമ്പോഴത്തേന് മൊത്തത്തിൽ ക്ഷീണമാവും. അതിനെക്കൊണ്ട് പിന്നെ കുറച്ച് റെസ്റ്റ് എടുത്ത് പോകാമെന്നുള്ള പ്ലാനിലാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ കൊണ്ടുപോയി ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഫുഡൊക്കെ കഴിക്കണം. അപ്പോൾ അതിന് പറ്റി നല്ലൊരു സ്പോട്ടൊക്കെ തപ്പിയിട്ട് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് റിലാക്സ് ചെയ്തിട്ട് പോകാം. ഒഴിവാക്കിയിട്ട് നമുക്ക് ഗൂഗിൾ മാപ്പ് കുറേ വഴികൾ കാണിച്ചു തരും. എല്ലാ വഴികളും വിശ്വസിച്ച് പോകരുത്. ഞങ്ങൾ പോയി ഏതോ വയലിൻ്റെ ഓരത്തെത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെയുള്ള ആൾക്കാരോടൊക്കെ ചോദിച്ചു ഇതുകൂടെ വണ്ടി പോകുമോ എന്നുള്ളത് വരെ ഒരു ട്രാക്ടറും കാര്യങ്ങളൊക്കെ പോകുന്ന റൂട്ട് തന്നെയാണ്. ടോൾ പാസ് ഒഴിവാക്കി പോകുമ്പോൾ ഇങ്ങനെ ഓരോ ഇതുണ്ടാവും. ഗൂഗിൾ മാപ്പ് പല വഴിയും കാണിച്ചതും എല്ലാ വഴിയും വിശ്വസിക്കരുത്. ഗൂഗിൾ മാപ്പിനെ അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല. പിന്നെ എവിടെ നിന്നൊക്കെ വിട്ട് കഴിഞ്ഞാൽ ബാംഗ്ലൂർ ആ ഏരിയയിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഈ ഓരോ സിഗ്നലിലൊക്കെ ഓരോരുത്തർ ഇങ്ങനെ വന്ന് ഓരോ കാര്യങ്ങൾ ഇതാക്കണം. നമുക്ക് എന്താണ് ഏതാണെന്ന് അറിയാൻ നമ്മൾ ഒന്നും ചെയ്യാൻ പാടില്ല. കാരണം പല സാധനങ്ങളും സെയിൽ ചെയ്യണവരുണ്ട്, പിടിച്ച് പറിക്കാരുണ്ടാവും. ഇങ്ങനെ പുറത്തേക്ക് പോകും തോറും നമുക്ക് സേഫ് എന്ന് പറഞ്ഞാൽ ആർക്കും ഒന്നും കൊടുക്കണ്ട, സേഫായിട്ട് പോവുക, സേഫായിട്ട് വരിക എന്നുള്ള ഒറ്റ ഉദ്ദേശം ഉള്ളതുകൊണ്ട് നമ്മളങ്ങനെ എല്ലാവരും അങ്ങനെ ഇതാക്കലില്ല. എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻസിൽ അറിയിക്കണേ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ പയ്യാന വിൻറ്റേജ് കാറിൻ്റെ ഒരു മ്യൂസിയം ഉണ്ട്, അതാണ്. അപ്പം അതിൻ്റെ എന്തായാലും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുക. ഇതും അതും കൂടി ഇതാക്കണ്ടല്ലോ. അപ്പം അതിൻ്റെ ഡെസ്റ്റിനേഷൻ വീഡിയോസൊക്കെ എന്തായാലും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബാക്കിയുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ. ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ടിൽ ദെൻ ബൈ. ഇനി നല്ല നല്ല വീഡിയോസും ബ്ലോഗ്സൊക്കെ ആയിട്ട് കാണാൻ.